Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? 7 എണ്ണം കംപ്ലീറ്റ്, 6 എണ്ണം കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ? ഏഷ്യൻ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരെയല്ലേ പറഞ്ഞത് അല്ലെ? സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ് അതിൽ 6 എണ്ണം കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ? PSQ വരെയല്ലേ? PSQ 7 അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്തത് 7ാമത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലെ? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM എന്ന് പറയും. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓരോന്നും റോം 1, റോം 2, റോം 3 അങ്ങനെ ഓരോന്നും നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ടിക്കറ്റ് വരുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കാം. എന്നിട്ട് റോം 1 എന്തായിരുന്നു? ഫസ്റ്റത്തെ റോം 1, ദ ഓർഗനൈസേഷൻ ഐഡന്റിഫൈസ് those responsible for governance and their roles are defined. ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റല് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം ആരാണോ അവിടെ ഉത്തരവാദികള്. ആ ഒരു ഗവേണൻസ്, ഭരണം, ആ ഭരണത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ അല്ലെ, അത് ഓർഗനൈസേഷൻ തിരിച്ചറിയുകയും അവർക്കുടെ റോൾസ് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക, അവരുടെ റോൾസ് നിർവചിക്കുകയും ചെയ്യുക. ഓരോ മേഖലയിലും ഓരോ സെക്ഷനിലും അതിന് നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആ ഒരു ഭരണത്തിന് ഉത്തരവാദിത്തമായിട്ടുള്ള ആ ഒരു മേഖലയില് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകള് അവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ റോൾസുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരവിടെ ചെയ്യേണ്ടത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് ഡിഫൈൻ ചെയ്യുകയും വേണം, നിർവചിക്കുകയും വേണം. അതാണ് റോം 1 പറയുന്നത്. നെക്സ്റ്റ് റോം 2 നോക്കിയേ. From 2. The organization is ethically managed by leaders. The organization is ethically managed by leaders. ആ ഒരു സ്ഥാപനം ധാർമ്മികമായി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അവിടെ ലീഡേഴ്സ് ആണ്. ലീഡേഴ്സ്. The organization is ethically managed by the leaders. ആ ഒരു സ്ഥാപനം ധാർമ്മികമായി കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ലീഡർമാരാണ്, നേതാക്കൾ തന്നെയാണ്. ടിക്കറ്റ് വെക്കുക കേട്ടോ. അടുത്ത റോം 3 നോക്കിയേ. The organization is headed by a leader who shall be responsible for operating the organization on a day-to-day basis. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ബേസിസ് അവിടെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ഇതില് ദൈനംദിന അടിസ്ഥാനത്തില് നമ്മൾ ആ ഓർഗനൈസേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ആളുകള്, ഉത്തരവാദിത്തമുള്ള ഒരു ലീഡർ, ആ ലീഡറിന്റെ നേതൃത്വത്തിലാണ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്നുള്ളത്. ആ ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കണം? അവിടത്തെ, അതായത് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങള് നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആ ലീഡറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം ആ സ്ഥാപനം പ്രവർത്തിപ്പിക്കേണ്ടത്. അതായത് ആ ഒരു ദൈനംദിനമായിട്ടുള്ള എല്ലാ ദിവസത്തെയും ഡേ ടു ഡേ ബേസിസില് ദൈനംദിന ബേസില് അവരുടെ ആ ഓർഗനൈസേഷൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ള ലീഡർ ഉണ്ട്. ആ ലീഡറിന്റെ നേതൃത്വത്തിലായിരിക്കണം ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. അടുത്ത നോക്കിയ റോം 4. The organization displays professionalism in its functioning. ഓർഗനൈസേഷൻ എന്ത് പ്രദർശിപ്പിക്കുന്നു? പ്രൊഫഷണലിസം. ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു കഴിവ്, അവർക്കുടെ ആ പ്രൊഫഷണൽസ്, അത് അവരുടെ പ്രവർത്തനങ്ങളില് ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രവർത്തനത്തില് പ്രൊഫഷണലിസം പ്രദർശിപ്പിക്കുന്നു. അതായത് അവര് ചെയ്യുന്നത് എല്ലാം നല്ല പക്കയാണ് അല്ലെ, നല്ല പ്രൊഫഷണൽ ആണ്, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല രീതിയിലാണ് അവര് അവിടുത്തെ പ്രവർത്തനങ്ങള് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് റോം 4 പറയുന്നത്. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അത് അങ്ങനെ ആവണം. എങ്ങനെയാ? അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഓക്കെ ആണോ എന്ന് എന്താണ് അതിന് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സ്റ്റാൻഡേർഡിന്റെ സമ്മറി ആയിട്ട് നോക്കുന്നതാണ്.
എങ്ങനെ വേണം? അത് ആ പ്രവർത്തനങ്ങള് നല്ലൊരു പ്രൊഫഷണലിസം ആയിരിക്കണം. ഓർഗനൈസേഷൻ അത് പ്രദർശിപ്പിക്കണം. ഓക്കെ, 4 ടിക്ക് ഇട്ടോട്ടോ. The organization displays professionalism in its functioning. അവിടുത്തെ പ്രവർത്തനങ്ങളില് പ്രൊഫഷണലിസം ഡിസ്പ്ലേ ചെയ്യണം. അടുത്ത റോം 5 നോക്കിയേ. Management ensures that the patient safety aspects and the risk management issues are an integral part of patient care and hospital management. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ? അവിടെ ഓക്കെ, അതായത് നമ്മുടെ ഈ പേഷ്യന്റ് സേഫ്റ്റി വശങ്ങള്, അതായത് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ്, അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങള്, ഇതെല്ലാം എങ്ങനെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പേഷ്യന്റ് കെയറിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഉറപ്പുവരുത്തണം. മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി നോക്കണം. എന്തെങ്കിലും റിസ്കുകളോ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യണം അല്ലെ? അത് രണ്ടും ഏതിന്റെ ഭാഗമാണ്? പേഷ്യന്റ് കെയറിന്റെയും രോഗി പരിചരണത്തിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവിഭാജ്യ ഘടകമാണ് ഈ രണ്ട് കാര്യങ്ങളും. പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റും. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? അത് അങ്ങനെ വേണം, അത് അങ്ങനെ തന്നെയായിരിക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഈ നമ്മുടെ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. ഓക്കെ, അത് രണ്ടും ഈ പേഷ്യന്റ് കെയറിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും അവിഭാജ്യ ഘടകമാണ് പറഞ്ഞേക്കുന്നത്. പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ റിസ്കുകൾ മാനേജ് ചെയ്യുക എന്നുള്ളതും. അതിനകത്ത് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതൊന്നും നോക്കിയേ. റോം 2ഉം റോം 4ഉം രണ്ടെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ തന്നെ അത് പഠിച്ചു പോവാട്ടോ. റോം 3ല് അല്ല 2വില് ഏതാണ് പറയുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോം 4 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? നാബ് സ്റ്റാൻഡേർഡ്സ്. റോം 4 ഇൻക്ലൂഡ്സ് ഡാഷ്. അങ്ങനെ ചോദിക്കാം. തിരിച്ചു തന്നിട്ട് ഏതില് വരുന്നതാണ് എന്നുള്ളതും ചോദിക്കാം കേട്ടോ. ഒന്നാമത്തെ ഓർഗനൈസേഷൻ, അതായത് റോം 2ല് പറയുന്നത് ഓർഗനൈസേഷൻ ആര് കൈകാര്യം ചെയ്യണം? ധാർമ്മികമായി ലീഡർമാര് തന്നെ ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തത് റോം 4ല് പറയുന്നത് പ്രൊഫഷണലിസം അവിടുത്തെ പ്രവർത്തനങ്ങളില് ഓർഗനൈസേഷൻ പ്രദർശിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? രണ്ടും പഠിച്ചാൽ മതി കേട്ടോ. ടിക്കറ്റ് വയ്ക്കാം. ഇനി അടുത്തതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. FMS. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതിന്റെ എല്ലാത്തിനും ആ ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം. FMS എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ആണ് FMS 1. The organization has a system in place to provide a safety and a secure environment. എങ്ങനെയാ ഈ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നമ്മള് സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, സുരക്ഷിതമായ സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുള്ള സംവിധാനം ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുണ്ട്. ദ ഓർഗനൈസേഷൻ ഹാസ് എ സിസ്റ്റം. എന്തിനുള്ള സിസ്റ്റം ഉണ്ട്? ഇൻ പ്ലേസ് ടു പ്രൊവൈഡ് സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതിനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷനുണ്ട്. ഫെസിലിറ്റിയാണ് അവിടെ പറഞ്ഞേക്കണേ, സൗകര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റും ആൻഡ് സേഫ്റ്റിയുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സേഫ്റ്റിക്കും സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതിനും ഒരു സംവിധാനം ഓർഗനൈസേഷനുണ്ട്. ടിക്ക് ഇട്ടോ കേട്ടോ. FMS 1 ടിക്ക് ഇടാം. അടുത്ത് നോക്കിയേ FMS 2 നോക്ക്. The organization's environment and facilitate operate in a planned manner and promotes environment friendly measures.
രണ്ടാമത്തെ നോക്കാം കേട്ടോ. ദ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ എൻവയോൺമെന്റ്, ഒരു പരിസ്ഥിതി, ആൻഡ് ഫെസിലിറ്റേറ്റ് അത് സൗകര്യങ്ങള്, ഓപ്പറേറ്റ് ഇൻ എ പ്ലാൻഡ് മാനർ, എങ്ങനെയായിരിക്കണം, ഒരു ആസൂത്രിതമായി പ്രവർത്തിക്കണം. നമ്മൾ അവിടുത്തെ അന്തരീക്ഷവും സൗകര്യങ്ങളും ഒക്കെ ഒരു ആസൂത്രിതമായിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. ഓപ്പറേറ്റ് ഇൻ എ പ്ലാൻഡ് മാനർ ആൻഡ് പ്രൊമോട്ട്, ഇനി എന്തിനു പ്രൊമോട്ട് ചെയ്യണം, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ്, കണ്ടോ, പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികള് പ്രോത്സാഹിപ്പിക്കും. അതായത് എൻവയോൺമെന്റിന് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ് പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ്, അവിടുത്തെ സൗകര്യങ്ങള്, ഇതൊക്കെ ആസൂത്രിതമായ രീതിയിൽ വേണം പ്രവർത്തിക്കാനായിട്ട്. പിന്നെ എന്ത് ചെയ്യണം, അവിടെ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ് പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് FMS3 ആണ്. The organization's environment and facilitate operate to ensure the safety of patients, their families, staff and visitors. കണ്ടോ, എന്ത് ചെയ്യണം നോക്കിയേ, പേഷ്യൻസിന്റെ സേഫ്റ്റി ഓഫ് പേഷ്യൻസിന്റെ സുരക്ഷ, അവരുടെ ഫാമിലിയുടെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയും സൗകര്യങ്ങളും ഓർഗനൈസേഷൻ ആ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതെന്ത് ഉറപ്പുവരുത്തണം, സേഫ്റ്റി, ആർക്കടെയൊക്കെ, പേഷ്യന്റിന്റെ, അവരുടെ ഫാമിലിയുടെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്തുക. അവർക്കടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റും സൗകര്യങ്ങളും, അങ്ങനെ ആ രീതിയിലായിരിക്കണം ആ ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആയോ? 3. അടുത്ത നോക്കിയേ, FMS4 ആണ്. ദ ഓർഗനൈസേഷൻ ഹാസ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ഉണ്ട് ഫോർ എ ഫെസിലിറ്റി, എന്തിനുള്ള നോക്കിയേ, എഞ്ചിനീയറിംഗ് സപ്പോർട്ട് സർവീസസ് ആൻഡ് യൂട്ടിലിറ്റി സിസ്റ്റം. ഇങ്ങനെയുള്ളതിനൊക്കെ അവിടുത്തെ സൗകര്യങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ സപ്പോർട്ട് സർവീസസ്, അവിടുത്തെ യൂട്ടിലിറ്റി സിസ്റ്റം, അവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, എന്നിവയ്ക്കായിട്ട് ഓർഗനൈസേഷൻ ഒരു പ്രോഗ്രാം ഉണ്ട്. ഓർഗനൈസേഷൻ ഹാസ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ഉണ്ട്. എന്തിനാ, അവിടുത്തെ ഫെസിലിറ്റി, സൗകര്യങ്ങള്, എഞ്ചിനീയറിംഗ് കാര്യങ്ങള്, സപ്പോർട്ട് സർവീസസ്, യൂട്ടിലിറ്റി സിസ്റ്റം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനത്തിന് എന്തുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അടുത്ത നോക്കിയേ, FMS5 ആണ്. ഓർഗനൈസേഷൻ ഹാസ് എ പ്രോഗ്രാം ഫോർ എന്തിനാ, മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതിനായിട്ടുള്ള ഒരു മാനേജ്മെന്റിന് എന്തുണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഒരു പ്രോഗ്രാം ഉണ്ട്. അതാണ് ടിക്ക് കേട്ടോ. FMS5 മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിനായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അടുത്തതൊക്കെ FMS6, ദ ഓർഗനൈസേഷൻ ഹാസ് എ പ്രോഗ്രാം ഫോർ എന്തിന്, മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആൻഡ് കംപ്രസ്ഡ് എയർ, മെഡിക്കൽ ഗ്യാസസ്, വാക്വം, കംപ്രസ്ഡ് എയർ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ട്. Last FMS7 ആണ്. The organization has a plan for fire and non-fire emergencies within the facility. ആ ഒരു ഫെസിലിറ്റിക്കുള്ളിലെ, ആ ഒരു ഹോസ്പിറ്റലിനുള്ളിലെ, ഒരു ഓർഗനൈസേഷനുള്ളിലെ സൗകര്യങ്ങള്, അവിടെ ഫയർ, നോൺ ഫയർ എമർജൻസീസ്, അതിന് ഒരു ആസൂത്രണം ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഫയർ എക്സിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? The organization has a plan. എന്തിനു വേണ്ടിയാ, ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്, ഫയർ സംബന്ധിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എമർജൻസി, അതിന് എന്താ പറയാ, അങ്ങനെയുള്ള ആ ഫെസിലിറ്റിക്കുള്ളിലെ ഫയർ, നോൺ ഫയർ എമർജൻസി, അതിനൊരു പ്ലാൻ ഓർഗനൈസേഷൻ ഉണ്ട്. ഇതിന് 3 മാത്രം നിങ്ങൾ പഠിക്കുക. FMS1, FMS5, FMS7. 157. ഓക്കെ അല്ലേ? നോക്കിയേ,
സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് സേഫ് ആൻഡ് സെക്യൂർ. FMS 1 ഇത്രയും നോട്ട് ചെയ്യുക, സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. അങ്ങനെ അത് പ്രദാനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുണ്ട്. 5 എന്താ പറഞ്ഞ മെഡിക്കൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിനായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ അടുത്തതാണ് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്, അതിനുള്ള ഒരു പ്ലാൻ ഉണ്ട്. 3 പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഓക്കെ അല്ലേ? 3 5 മെഡിക്കൽ എക്യുപ്മെന്റ്, 7 ഫയർ നോൺ ഫയർ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി, അപ്പം പിന്നെ നിങ്ങൾക്കത് മറക്കൂല. നെക്സ്റ്റ് 9 ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM. ഒരു വലിയൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, HAയിൽ HRM പഠിച്ചില്ലേ? തേർഡ് കൂടിയുള്ള HRM. യെസ്, ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം അല്ലെ? മാൻ പവർ. കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അത് പ്രവർത്തിക്കാനുള്ള ഒരു മാൻ പവർ വേണം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വേണം. അതിന് ഹൈ ലെവൽ മുതൽ താഴെ ബോട്ടം ലെവൽ വരെയുള്ള ഓരോ പൊസിഷനിലേക്കും കറക്റ്റ് ആളുകളെയൊക്കെ അതിൽ ചേരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം അല്ലെ? അതൊക്കെ നമ്മൾ HRMൽ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിനകത്ത് HRM 1 എന്താ പറയുന്നത്? HRM 1. The organization has a documented system of human resource planning. എന്തുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് അതിനൊരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്. കണ്ടോ? നല്ല സിസ്റ്റമാറ്റിക് രീതിയിൽ ഉള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട് HRM. ഹൈ ലെവൽ, അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഹൈ ലെവൽ ടു ബോട്ടം ലെവൽ. അങ്ങനെ ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഉണ്ട്. എന്തിന്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡോക്യുമെന്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന പൊസിഷനിൽ ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ ഇന്ന വേക്കൻസിയിൽ ഇത്ര പേര്, അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. എന്തിന്? ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. കിട്ടോ കേട്ടോ? ഒന്നാമത്തെ. നെക്സ്റ്റ് നോക്കിയ 2. HRM 2 എന്താ പറയുന്നേ? The organization implements the defined process for staff recruitment or staff recruitment-നായിട്ട്, സ്റ്റാഫിന്റെ നിയമനത്തിനായിട്ട്, റിക്രൂട്ട്മെന്റിനായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ഡിഫൈൻഡ് പ്രോസസ്. അതിനുള്ള ഒരു പ്രക്രിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മള് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, റിക്രൂട്ട്മെന്റിലൊക്കെ നമ്മളത് കുറച്ച് പറഞ്ഞാലേ, മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവിടെ എന്താ? ഓർഗനൈസേഷന് ആ സ്റ്റാഫുകളെ നിയമിക്കാൻ ഒരു ഡിഫൈൻഡ് പ്രോസസ് ഉണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് എ ഡിഫൈൻഡ് പ്രോസസ്. എന്തിനു വേണ്ടിയാ? ഫോർ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ അല്ലേ? അടുത്ത 3ാമത്തെ നോക്കിയേ. Staffs are provided induction training at the time of joining the organization. Staffs-ന് എന്ത് കൊടുക്കണം? Staffs are provided induction training എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ ആട്ടോ. ഓറിയന്റേഷൻ, കറക്റ്റ് ഡയറക്ഷൻ, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് വേണം. ഇൻഡക്ഷൻ ട്രെയിനിങ്, ഓറിയന്റേഷൻ ട്രെയിനിങ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ അല്ലേ? കറക്റ്റ് ആയിട്ട് വേണ്ടേ? ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ, ആ ടൈമില് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പൊ അവർക്ക് കറക്റ്റ് ഓറിയന്റേഷൻ ട്രെയിനിങ് കൊടുക്കണം, സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് HRM 3 എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. HRM 3 അതാ പറയുന്നത്. സ്റ്റാഫിനാണ് കേട്ടോ. സ്റ്റാഫ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന് എന്താ? ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. കേട്ടോ? 3. നെക്സ്റ്റ് നോക്കിയേ. 4 ആണ്. HRM 4 എന്താ? There is an ongoing program for professional training and development of the staff. എന്തിനുള്ളതുണ്ട്? ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോഗ്രാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള
നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പ്രോഗ്രാം ഫോർ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റിന് പ്രൊഫഷണൽ ട്രെയിനിങ്ങിനൊക്കെ എന്തുണ്ട് ഓൺഗോയിങ് പ്രോഗ്രാം ഉണ്ട്. അതാണ് HRM 4 പറയുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ മന്ത്ലിയോ അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി എല്ലാ മാസവും ആയിട്ടോ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴോ ഒക്കെ ഇങ്ങനെയുള്ള ഓൺഗോയിങ് പ്രോഗ്രാംസ് കൊടുക്കാം. കണ്ടിന്യൂസ് പ്രോഗ്രാം ഉണ്ട്. പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റാഫ്. നെക്സ്റ്റ് HRM 5 ആണ്. സ്റ്റാഫ്സ് ആർ അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ. അവർക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള ജോലി വിവരങ്ങള് അല്ലെ, ഏതാണ് ജോലി, അതിന്റെ സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങള്, അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാഫിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്രോപ്രിയേറ്റ്ലി അങ്ങനെ ട്രെയിൻഡ് ആയിരിക്കണം. സ്റ്റാഫ്സ് ആർ അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം. എന്തിന് ബേസ് ചെയ്തിട്ട്? ബേസ്ഡ് ഓൺ ദർ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ. അവരുടെ ജോലി അതിന്റെ നിർദ്ദേശം അനുസരിച്ച് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സ്റ്റാഫുകൾ അനുയോജ്യമായ ട്രെയിനിങ് അവർക്ക് കിട്ടണം. HRM 5 ആണ്. ടിക്കറ്റ് വെക്കുക കേട്ടോ. 5. അടുത്ത നോക്കി HRM 6. സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. ഏത് വശങ്ങളിലും? സുരക്ഷ, ക്വാളിറ്റി, അത് 2 കാര്യങ്ങളും. അവരുടെ സുരക്ഷയും ഗുണനിലവാരവും ഗുണമേന്മയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വശങ്ങളിൽ സ്റ്റാഫ്സിന് ട്രെയിനിങ് ഉണ്ട്. ട്രെയിൻഡ് ആയിരിക്കണം. സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. HRM 6 ടിക്കറ്റ് കേട്ടോ. 5ഉം 6ഉം ടിക്കറ്റ്. Then, അടുത്ത നോക്കിയ HRM 7 എന്താ? An appraisal system for evaluating the performance of staff exists as an integral part of human resource management program. അല്ലേ? നമുക്ക് appraisal system for evaluating the performance of the staff exist as an integral part ആണ് ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ. അവരുടെ അച്ചടക്കവും അതുപോലെ തന്നെ പരാതികളും അപ്രൈസൽ അല്ലേ, വിലയിരുത്തല് കേട്ടോ. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അവരെ അസസ് ചെയ്യാന്നുള്ള മീനിങ് ആ വിലയിരുത്തല്. അപ്രൈസൽ സിസ്റ്റം എന്തിനു വേണ്ടി? ഫോർ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്. ആ സ്റ്റാഫിന്റെ പ്രകടനം, പെർഫോമൻസ് എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു വിലയിരുത്തൽ സംവിധാനം ഉണ്ട്. അപ്രൈസൽ സിസ്റ്റം ഉണ്ട്, ഒരു വിലയിരുത്തൽ സംവിധാനം ഉണ്ട്. ഓക്കെ, അത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അപ്രൈസൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സിന്റെ ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. 7ാമത്തെ. ഇനി അടുത്ത് നോക്കിയേ. ഇതിനകത്തുനിന്ന് ഇപ്പൊ നമ്മള് എന്താണ് 7 ആ ഒരു പേജ് നോക്കി. ആ പേജിൽ നമ്മൾ ടിക്കറ്റ് എഴുത് 1, 3, 5, 6. കറക്റ്റ് അല്ലേ? നോക്കിയേ 1, 3, 5, 6. ഒന്നാമത്തേൽ എന്താ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ആ ഒരു കറക്റ്റ് ഡോക്യുമെന്റ് സിസ്റ്റം ഉണ്ട്. അതായത് അവർക്ക് തോന്നിയ രീതിയിലല്ല, കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തിന്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻപവറിനെ ആസൂത്രണം ചെയ്യാനായിട്ട് കറക്റ്റ് ഡോക്യുമെന്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ HRM 3 പറയുന്നത് സ്റ്റാഫ്സിന് എന്ത് വേണം? സ്റ്റാഫ്സ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ്. സ്റ്റാഫ്സിന് ഓറിയന്റേഷൻ ട്രെയിനിങ് വേണം. ഏത് പ്രൊവൈഡ് ചെയ്യണം? അതെപ്പോഴേ? അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് അത്രയും ഓർത്ത് വെക്കുക. സ്റ്റാഫ്സ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് അത്രയെങ്കിലും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 3. ഇനി അടുത്തത് പറഞ്ഞത് 5 ആണ്. സ്റ്റാഫ്സ് ആർ അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്തിനനുസരിച്ച് ട്രെയിൻ വേണം? അവരുടെ നിർദ്ദിഷ്ട ജോലി അല്ലെ, ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ട്രെയിനിങ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം സ്റ്റാഫുകള്. 6ാമത്തെ നോക്കിയേ. 6ാമത്തെ എന്താ? സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് എന്തിനു ബേസ് ചെയ്തിട്ട്? സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. സുരക്ഷ, ഗുണനിലവാരം അതിനെ ബേസ് ചെയ്തിട്ടുള്ള വശങ്ങളില് സ്റ്റാഫ്സ് ട്രെയിൻഡ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? 4 പറഞ്ഞത്രേ. ഇനി അടുത്തത് 8ാമത്തെ. ഇല്ല എല്ലാവരും ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പറയുന്നോണ്ടാണോ
അവിടെ എന്താ പറയാ, ഇത് വീഡിയോ അല്ല ഇത് ഓൺ ആക്കിയിട്ടുണ്ട് പോയോ, അതോ അവിടെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തമ്പിട, അല്ലെങ്കിൽ പിന്നെ എന്താ ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല, ഇത് മാത്രമേ ഉള്ളൂ ഫുള്ള്. സ്റ്റാൻഡേർഡ്സ് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അടുത്ത ചാപ്റ്റർ മുതൽ ആസ് യൂഷ്വൽ സാധാരണ പോലെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ. അത് പിന്നെ അതുപോലെ സെക്ഷനൽ ഇത് ഫുള്ള് ഇങ്ങനെ ഓരോ ഇത് സ്റ്റാൻഡേർഡ് സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇത് വായിക്കുക, ഇത് പറയുക, അത്രേ ഉള്ളൂ. അതിന് ഇമ്പോർട്ടന്റ് ഒന്ന് നോട്ട് ചെയ്തിടും. ഇനി എട്ടാമത് നോക്കിയേ, HRM 8 എന്താ പറയുന്നത്? Process for disciplinary and grievance handling is defined and implemented in the organization. Disciplinary, അച്ചടക്കവും അതുപോലെ grievance എന്ന് വെച്ചാൽ പരാതി. The process for disciplinary and grievance handling, പരാതികൾ കൈകാര്യം, അച്ചടക്ക കൈകാര്യം, അതിനുള്ള പ്രോസസ്, ആ ഒരു പ്രോസസ്സ്, അതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അവിടെ is defined and implemented in the organization. ഓർഗനൈസേഷൻ നിർവചിക്കുകയും അത് നടപ്പിലാക്കുകയും വേണം. അച്ചടക്ക പിന്നെ പരാതി കൈകാര്യം, ആ ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. Defined and implemented in the organization. അടുത്ത നോക്കിയേ, HRM 9 ആണ്. The organization promotes staff well-being and addresses their health and safety needs. എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. The organization promotes staff well-being, സ്റ്റാഫിന്റെ ക്ഷേമം, and addresses their health, അവരുടെ അഡ്രസ് ഈ ഹെൽത്തിൽ ആരോഗ്യത്തെ അഭിസംബോധന ചെയ്യുകയും and safety needs, സുരക്ഷാപരമായ സുരക്ഷാ ആവശ്യങ്ങള്, സേഫ്റ്റി നീഡ്സ്, ഇതെല്ലാം സ്ഥാപനം പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. 9ാമത്തെ ആട്ടോ HRM 9 ടിക്കട്ടോ. Organization promotes staff well-being and addresses their health and safety needs. സ്റ്റാഫിന്റെ ക്ഷേമം, അവർക്കുടെ ഹെൽത്തിനെ അഭിസംബോധന ചെയ്യുക, സുരക്ഷാ ആവശ്യങ്ങള്, ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അടുത്ത് നോക്കിയ 10 HRM 10 എന്താണ്? അതിനകത്ത് നിങ്ങളെ അത്രയും പഠിച്ചാൽ മതി കേട്ടാ. 1, 3, 5, 6, 9 അത്രയും പഠിച്ചാൽ മതി. വായിച്ചു വെച്ചത്. HRM 10 എന്താ? There is a documented personal information for each staff member. ഓരോ സ്റ്റാഫ് മെമ്പർമാർക്കും, ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടേതായ എന്താണ് ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ, അല്ലെ? അവരുടേതായിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ അത് അങ്ങ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. Documented, there is a documented personal information for each staff members. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടെ ആ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെ? ആ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഡോക്യുമെന്റഡ്. അവർക്ക് ഓരോരുത്തർക്കും എന്താ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അല്ല ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഒരു സ്റ്റാഫിന് കൊടുക്കേണ്ട ഇതുപോലെ ആയിരിക്കില്ല വേറെ സ്റ്റാഫിന്റെ, അല്ലെ? ഓരോ സെക്ഷൻ വൈസിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതാ പറഞ്ഞേക്കണം, ഓരോ സ്റ്റാഫ് മെമ്പേഴ്സ്, ഫോർ ഈച്ച് സ്റ്റാഫ് മെമ്പേഴ്സ്, ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട്. Then HRM 11 നോക്കിയേ, there is a process for credentialing and privileging of medical professionals permitted to provide patient care without the supervision. എന്തുണ്ട്? credentialing എന്ന് പറഞ്ഞാൽ അധികാരം, അധികാരം, credentialing അധികാരം, and privileging എന്ന് പറഞ്ഞാൽ അവകാശം of medical professionals permitted to provide patient care without supervision. ഇനി ഒരു 3 എണ്ണം ഒരുപോലെ തന്നെയുള്ളതാട്ടോ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നേ, അവർക്ക് സൂപ്പർവിഷൻ ഇല്ലാതെ, മേൽനോട്ടം ഇല്ലാതെ ഈ ഒരു മെഡിക്കൽ നമുക്ക് മേൽനോട്ടം ഇല്ലാതെ പേഷ്യന്റ് കെയർ,
കൊടുക്കാൻ, പ്രൊവൈഡ് പേഷ്യന്റ് കെയർ വിത്തൗട്ട് സൂപ്പർവിഷൻ. മനസ്സിലായോ? അവർക്കൊരു മേൽനോട്ടമില്ലാതെ പേഷ്യന്റ് കെയർ നൽകാൻ അനുവാദം ഉണ്ട്. ആർക്ക്? മെഡിക്കൽ പ്രൊഫഷണൽസിന്. അങ്ങനെയുള്ള ഒരു അധികാരവും അവകാശവും ഉണ്ട്. അങ്ങനെ അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട്. there is a process. ഇതിനുള്ള പ്രോസസ് ഉണ്ട് for credentialing and privileging of medical professionals. മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്തുണ്ട്? അവർക്ക് മേൽനോട്ടം, അവര് ആരെയും എന്താ വേറെ ഒരു ഹെഡിന്റെയോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും വേണ്ട. അവർക്ക് വേറെ ഒരാളുടെ മേൽനോട്ടം ഇല്ലാതെ, മെഡിക്കൽ പ്രൊഫഷണൽസിന് വേറെ ആരുടെയും മേൽനോട്ടം ഇല്ലാതെ ഒരു രോഗി പരിചരണം കൊടുക്കാൻ അവർക്ക് പെർമിറ്റ് ചെയ്യാൻ, കൊടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശവും അധികാരവും അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട്. ക്ലിയർ ആയോ? അതേപോലെ സെയിം പോയിന്റ് തന്നെയാണ് 12 വരുന്നത്. there is a process for credentialing and privileging of nursing professional. അവിടെ ആർക്കാ? nursing professionals. ഇത് മെഡിക്കൽ പ്രൊഫഷണൽ പറഞ്ഞ nursing professional permitted to provide patient care without supervision. ആണോ? മേൽനോട്ടം ഇല്ലാതെ ഒരു പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അനുവദിച്ചിരിക്കുന്നു. ആർക്ക്? nursing professionalsന്. അപ്പൊ അങ്ങനെയുള്ള ഒരു അധികാരവും അവകാശവും അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ് ഉണ്ട്. അവർക്ക് അതിനുള്ള അധികാരവും അവകാശവും അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട്. എന്തിനുള്ള? സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ അവരെ അനുവദിച്ചിട്ടുണ്ട്. പെർമിറ്റഡ് ടു പ്രൊവൈഡ് പേഷ്യന്റ് കെയർ വിത്തൗട്ട് സൂപ്പർവിഷൻ. ക്ലിയർ ആവുന്നുണ്ട് പറയണേ? അവർക്ക് ആരുടെയും മേൽനോട്ടം ഇല്ലാതെ ഈ നഴ്സിംഗ് പ്രൊഫഷണൽസിന് എന്ത് കൊടുക്കാം? പേഷ്യന്റ് കെയർ, രോഗി പരിചരണം കൊടുക്കാം അനുവദിച്ചിട്ടുണ്ട്. അല്ലെ? അങ്ങനെയുള്ള അധികാരവും അവകാശവും അതിനുള്ളൊരു സംവിധാനം ഉണ്ട്. അടുത്ത 13 നോക്കിയേ. there is a process for credentialing and privileging of paramedical professionals. അടുത്ത നോക്കിയേ. പാരാമെഡിക്കൽ പ്രൊഫഷണൽസിന് അനുവാദമുണ്ട്. permitted to provide patient care. എങ്ങനെ? without supervision. മൂന്നും സെയിം പോയിന്റ്സ് തന്നെയാണ്. ഫസ്റ്റത്തേല് മെഡിക്കൽ പ്രൊഫഷണൽ, രണ്ടാമത്തേല് നഴ്സിംഗ് പ്രൊഫഷണലിന്, മൂന്നാമത്തേല് പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസ്. ആ മൂന്നെണ്ണം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി സെന്റൻസ് ഫുള്ളും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിൽ ഇത്രയും മാത്രം നിങ്ങൾ നോക്കി വെക്കാം കേട്ടോ. HRM 1, 3, 5, 6, 9 കിട്ടത് ശരിയല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS ആണ് കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. അത് 10ാമത്തെ ആട്ടോ. 11 നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. നമ്പർ 10 ആണ്. 10 സ്റ്റാൻഡേർഡ്സ് 10. അതിന്റെ ഓരോന്നിന്റെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എത്ര ചാപ്റ്റേഴ്സാണ്? നമ്മൾ 10 ചാപ്റ്റേഴ്സ് അല്ലേ പറഞ്ഞത്? പേഷ്യന്റ് സെന്റേർഡും ഓർഗനൈസേഷൻ സെന്റേർഡും. അതിൽ ലാസ്റ്റത്തെയാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, IMS. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് നോക്കിയേ. IMS 1 എന്താ പറഞ്ഞേക്കണേ? ഇൻഫർമേഷൻ നീഡ്സ് ഫോർ ദ പേഷ്യൻസ്, visitors, staff and management and external agencies are met. എന്നിവരുടെ ഇൻഫർമേഷൻ ആരുടെയൊക്കെ? പേഷ്യൻസിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫിന്റെ, മാനേജ്മെന്റ്, അതുപോലെ എക്സ്റ്റേണൽ ഏജൻസി എന്നിവരുടെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു അല്ലെങ്കിൽ അവർ നിറവേറ്റുന്നു ഓർഗനൈസേഷൻ. ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്, അവർക്കടെ ആ ആവശ്യങ്ങള്, പേഷ്യൻസിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫിന്റെ, മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒക്കെ ആ ഇൻഫർമേഷൻ, അവർക്കുള്ള ആവശ്യങ്ങൾ പരിപാലിക്കുന്നു, നിറവേറ്റുന്നു, പാലിക്കുന്നു. Then IMS 2 നോക്കിയേ. The organization has process in place for management and control of data and information. IMS 2. അതായത് the organization has process in place for management and control. അവരുടെ മാനേജ്മെന്റ്, കൈകാര്യവും നിയന്ത്രണവും
control of date and information. Control of date and information. അതായത് അവിടുത്തെ തീയതി, ഡേറ്റുകള്, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അതൊക്കെ എന്താ ഡേറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, അവിടുത്തെ ഇൻഫർമേഷൻ ഡേറ്റാസ് എന്നുള്ള ഇതുകൊണ്ടാണ് കേട്ടോ. ഡേറ്റാസ് നമുക്ക് ആണെങ്കിലും കുഴപ്പമില്ല അതിനകത്ത്. The organization has process in place for management and control of data and information. അങ്ങനെ ആക്കിക്കോട്ടെ. ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാച്ച് അല്ല, സെന്റൻസ് കറക്റ്റ് അല്ല. അവിടുത്തെ ആ ഡേറ്റാസ്, ഇൻഫർമേഷൻ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും സ്ഥാപനത്തിന് എന്തുണ്ട്, അതിൻ്റെതായ പ്രോസസ് ഉണ്ട്. The organization has process ഇതിനു വേണ്ടി in place for management and control data and information. Data and information. Okay, അടുത്ത നോക്കിയേ. IMS 3 ആണ്. The patient cared for the organization have a complete and accurate medical record. The patient cared for by the organization. അതായത് ആ സ്ഥാപനം കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കെയർ ചെയ്യുന്ന പേഷ്യൻസ് അതിന് എന്തുണ്ട്, ഹാവ് എ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ്. കൃത്യവും കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. പൂർണ്ണവും കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ആർക്ക്? ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ കെയർ ചെയ്യുന്ന പേഷ്യൻസിന്. The patients cared for by the organization. The patients cared for by the organization have a complete and accurate medical record. ആ സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കെയർ ചെയ്യുന്ന പേഷ്യൻസ് അവർക്ക് പൂർണ്ണവും കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. 3 ആണ്. ടിക്ക് കിട്ടോ കേട്ടോ. ഇതിനകത്തുനിന്ന് 3 പഠിച്ചാൽ IMS 3 ആണ്. 3 ടിക്കറ്റ്. അടുത്ത നോക്കിയേ IMS 4. The medical records reflect the continuity of care. മെഡിക്കൽ റെക്കോർഡ് എന്ത് റിഫ്ലക്ട് ചെയ്തു? കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ആ പരിചരണത്തിന്റെ തുടർച്ച അല്ലെ, അത് മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. നമുക്ക് പിന്നെ ചില റെക്കോർഡ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടൂലേ, അല്ലെ, കണ്ടിന്യൂറ്റി കിട്ടൂലേ. പിന്നെ നമ്മൾ പോയി, പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ റെക്കോർഡ് പിന്നെ എല്ലാം കമ്പ്യൂട്ടറിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും ഇതിന് മുന്നേ എന്തിനാ പറഞ്ഞ, എന്ത് ട്രീറ്റ്മെന്റ് അടുത്ത് ഏത് ഡോക്ടറിനെ കണ്ടത്, എന്ത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ ഹിസ്റ്ററി അവിടെ കിടക്കുന്നുണ്ട്. അതെ, മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് നമ്മുടെ. ആ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. 4 ടിക്കറ്റോ കേട്ടോ. Then അടുത്തത് IMS 5 ആണ്. The organization maintains confidentiality. എന്താ confidentiality? രഹസ്യാത്മകത. Integrity സമഗ്രത അല്ലെങ്കിൽ സത്യസന്ധത. And security സുരക്ഷ of records, data and information. Record, data and information. ആ IMS 2 ഡേറ്റ എന്ന് ആക്കിക്കോളണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കണമെന്ന് അറിയില്ല. ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ തന്നെ ആക്കുക അവിടെ. ഇനി അടുത്ത എന്താ, ദ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുക. ദ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ, ഓർഗനൈസേഷൻ പരിപാലിക്കണം. എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യാത്മകത, ഇന്റഗ്രിറ്റി എന്താ സത്യസന്ധത, ആൻഡ് സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ്. ആ റെക്കോർഡ്സിന്റെ സുരക്ഷ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മറ്റു ആരുമായിട്ടൊന്നും ഇത് ചെയ്യാൻ പാടില്ല, എപ്പോഴും സെക്യൂർ ആയിരിക്കണം എന്നൊക്കെ HIS നമ്മൾ പഠിച്ച ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെ അല്ലെ. സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ് സെക്യൂർ ആയിരിക്കണം. അത് റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അത് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. രഹസ്യാത്മകത, സത്യസന്ധത, സെക്യൂരിറ്റി എന്തിന്റെ? റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. IMS 5. Then 6 നോക്കിയേ. The organization ensures availability of current and relevant documents, records, data and information.
and provides for retention of the same. The organization ensure ഉറപ്പുവരുത്തുക. ലഭ്യത എന്തിന്റെ അവൈലബിലിറ്റി ഓഫ് കറന്റ് ആൻഡ് റിലവന്റ് ഡോക്യുമെന്റ്സ് റെക്കോർഡ്സ് ഡേറ്റ അതിന്റെയൊക്കെ ആ ലഭ്യത ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. ആൻഡ് then information and provide for retention of the same. Retention നിലനിർത്തുക. And information data and information and provide for retention of the same. അതായത് അത് നിലനിർത്തണം. ആ നമ്മളിപ്പോ കഴിഞ്ഞ ഡോക്യുമെന്റ് റെക്കോർഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ കറണ്ട് ആൻഡ് റിലവന്റ് ഡോക്യുമെന്റിന്റെ അവൈലബിലിറ്റി, ഡോക്യുമെന്റ് റെക്കോർഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അതിന്റെയൊക്കെ ലഭ്യത ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ അത് നിലനിർത്തുകയും വേണം. റീടെൻഷൻ ഓഫ് ദ സെയിം അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തുകയും വേണം. Then IMS 7 okay, the organization carries out a review of medical record. The medical record in the avalokanam organization നടത്തുന്നു. The organization carried out a review of medical records. Medical records in the ഒരു review, ഒരു അവലോകനം organization നടത്തുന്നു. മൂന്നെണ്ണം അതിനകത്ത് IMS 3 ഉണ്ട്, IMS 4 ഉണ്ട്, IMS 7 ഉണ്ട്. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയത്. IMS 3, IMS 4, 7 അത്രയും പഠിച്ചാൽ മതി. 3 എന്താണ് പറഞ്ഞേക്കുന്നത്? The patient cared for organization have a complete and accurate medical record. അല്ലെ, ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസിന് പൂർണ്ണവും കൃത്യവുമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അടുത്ത 4 എന്താ? മെഡിക്കൽ റെക്കോർഡ് റിഫ്ലക്ട് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഓഫ് ദ കെയർ, ആ കെയറിന്റെ കൊടുക്കുന്ന പരിചരണത്തിന്റെ തുടർച്ച പ്രതിഫലിപ്പിക്കുന്നു. പിന്നെ ലാസ്റ്റത്തെ 7 ആണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ക്യാരി ഔട്ട് എ റിവ്യൂ ഓഫ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു റിവ്യൂ ഓർഗനൈസേഷൻ നടത്തുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ JCI മുതൽ നിങ്ങൾക്ക് എടുത്തതല്ലായിരുന്നോ? ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ 3 ടീച്ചേഴ്സ് അത് ഡിവൈഡ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. വലിയതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഈ മൊഡ്യൂള് തീർന്നിട്ട് വേണം. 5ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ 3 ചാപ്റ്റർ എടുത്തു. 1ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്ററിന്റെ ഈ ഒരു സെക്ഷൻ ലാബ് എന്നുള്ളത് എടുത്തിട്ടോ. ഇനി നെക്സ്റ്റ് നമ്മള് 5ാമത്തെ മൊഡ്യൂളില് ഞാൻ എടുക്കുന്നതിന്റെ കഴിഞ്ഞ് ഇനി നമ്മള് നെക്സ്റ്റ് പോകുന്നത് 6ാമത്തെ മൊഡ്യൂളാണ്. മൊഡ്യൂള് 6 ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം നമുക്ക്. ഇനി ഇതിലേതെങ്കിലും അടയാളപ്പെടുത്തിയത് കിട്ടാത്തതോ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി ഞാൻ ആദ്യം മുതൽ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ്. റിപ്ലൈ അടിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നാണെങ്കിൽ ഓക്കെ ആണ്, ക്ലിയർ ആണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 6ലേക്ക് പോകാം. ജസ്റ്റ് എന്താണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു വെക്കാം. ക്ലാസ് നമുക്ക് അടുത്ത ഇതില് നമുക്ക് തുടങ്ങാം. ഇത് എനിക്ക് ഞാൻ ടിക്കിടാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി അതിന് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ശരി. ഒന്നുകൂടി പറയണം ക്ലിയർ. കുറച്ചുപേരൊക്കെ ഒന്നുകൂടി പറയണം ക്ലിയർ. ഇന്നെടുത്തതാണോ പറയേണ്ടത്? ഇന്നെടുത്തത് നമ്പർ മാത്രം പറയാം കേട്ടോ. 7 ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. റോം അതില് നമ്പർ പറയാം. 2 റോം ആണ് കേട്ടോ. ROM 2, 4 രണ്ടെണ്ണം പഠിച്ചാൽ മതി. 2, 4. ഇനി അടുത്തത് 8ാമത്തെ ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റിയില് 1, 5, 1, 5, 7, 7, 1, 5, 7. ഇനി 9 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് 1, 3, 5, 6, 1,
3, 5, 6, 9. ഒരെണ്ണം കൂടി 9. Then 10th one. 10th one മൂന്നെണ്ണം പഠിച്ചാൽ മതി. ഏതാണ് 3ഉം 4ഉം 7ഉം. ഓക്കെ അല്ലേ? IMS 3, IMS 4, IMS 7. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ചാപ്റ്റർ 2 ആണ്. ഒന്ന് 6ാമത്തെ മൊഡ്യൂൾ ഇതിലേക്ക് ഒന്ന് ഇത് അങ്ങോട്ട് ഷെയർ ചെയ്തേ. അതിനകത്ത് 2ാമത്തെ ചാപ്റ്റർ ആട്ടോ ഞാൻ എടുക്കുന്നത്, ചാപ്റ്റർ 2. Operation and maintenance of hospital in administration view. അതാണ് ചാപ്റ്റർ 2. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, പ്രവർത്തനങ്ങളും മെയിൻ്റനൻസും പരിപാലനവും. എവിടത്തെ? ഹോസ്പിറ്റലിലെ. ഏത് വ്യൂല? ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. ഭരണപരമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവില്, ഭരണപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും പരിപാലനവും. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അവിടുത്തെ, മെയിൻ്റനൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അത് എന്താ പറയാ, അത് കൈകാര്യം ചെയ്യുന്നത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ ആണ് 2, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. പ്രവർത്തനങ്ങളും പരിപാലനവും. പ്രവർത്തനങ്ങളും പരിപാലനവും എവിടത്തെ? ഹോസ്പിറ്റലിലെ. ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്? ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. എന്താണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഒരു പ്രവർത്തന മാനേജ്മെന്റ് കൈകാര്യം, പ്രവർത്തനങ്ങളുടെ കൈകാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെൽത്ത് കെയറിലുള്ള ഒരു ആരോഗ്യ പരിചരണത്തില് ഈ പ്രവർത്തനങ്ങളുടെ ഒരു മാനേജ്മെന്റ്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൈകാര്യം എന്ന് പറയുന്നത് എന്താ? refers to overseeing the day-to-day practice. refers to overseeing എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. എന്ത്? day-to-day practice of health care facility. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ day-to-day, ദിവസവും നടക്കുന്ന ദിവസേനയുള്ള കാര്യങ്ങളുടെ ഒരു മേൽനോട്ടാണ്. Okay, that impact the client experience. Client എന്ന് പറഞ്ഞ patient experience, patientsന്റെ ഒരു അനുഭവം. And organizational goals, organizational ലക്ഷ്യത്തിനും. ഇനി ആ സെന്റൻസ് ഒന്ന് നോക്കിയേ. അതായത് എന്താണ് അവിടെ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഒരു പേഷ്യൻസിന്റെ ഒരു എക്സ്പീരിയൻസ്, അനുഭവത്തിനും പേഷ്യൻസിന്റെ ഒരു എക്സ്പീരിയൻസിനെയും, അതുപോലെ നമ്മൾ പിന്നെ എന്താ, പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ്, അത് അല്ലെ അവർക്കുടെ ഒരു അനുഭവം, അതും ഓർഗനൈസേഷൻ ഗോൾസ്, ആ ഹോസ്പിറ്റലിന്റെ ഒരു ലക്ഷ്യം. 2 കാര്യം പറയണേ. എന്താണ്? ക്ലയന്റിന്റെ എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെയും ഇമ്പാക്ട്, സ്വാധീനിക്കുന്ന, ഇതിന് 2നെയും സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ, ഇതിന് 2നെയും സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ day-to-day ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ എന്താ? അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 2ആണ്.
അല്ലെ? ഒന്നാമത് ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നമുക്ക് മുന്നിൽ കാണണം, എന്താണ് അവിടുത്തെ ഇതെന്നുള്ളത്. പിന്നെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ്, ആ ഹോസ്പിറ്റലിന് നല്ലൊരു കെയർ, ക്വാളിറ്റി കെയർ, ആ രണ്ടിനെ സ്വാധീനിക്കുന്ന, അതിനെ സ്വാധീനിക്കൂലേ? അല്ലെ? അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ ഇത് രണ്ടിനെ സ്വാധീനിക്കാം. പേഷ്യൻസിന്റെ ആ ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനെയും തകിടം മറിക്കും, അല്ലെ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം, അതാണ് എന്ത്? ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. സെന്റൻസ് കിട്ടിയോ? ഡാഷിട്ട് ചോദിക്കാട്ടോ. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു ഈ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെയോ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ, അല്ലെ? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ കാര്യങ്ങൾ ഇവരെ ബാധിക്കൂലേ? അവരെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേനയുള്ള കാര്യങ്ങളുടെ മേൽനോട്ടം, അതാണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ജസ്റ്റ് ബേസിക് ആണ്, അത് നിങ്ങൾ എന്താ പറയാ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അവിടുത്തെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിനമായ കാര്യങ്ങളുടെ മേൽനോട്ടം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നോക്കിയേ, these practices are typically broken down into 3 components. ഈ പ്രാക്ടീസുകളെ, ഈ പ്രവർത്തനങ്ങളെ, അപ്പൊ ഹോസ്പിറ്റലിലെ ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം, 3 രീതിയിൽ അതിനെ തിരിക്കാം. broken down into 3 components, 3 ഘടകങ്ങളായി തിരിക്കാം. ഏതൊക്കെയാണെന്നറിയോ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, then അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അടുത്ത് നോക്കിയ ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഏതാകും ഈ പ്രാക്ടീസുകളെ നമ്മൾ തിരിച്ചേക്കുന്ന ഈ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് തിരിക്കാം? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 3 ആക്കി തിരിച്ച് മനസ്സിലായോ? 3 കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ പറഞ്ഞേ? റെസ്പോൺസിബിലിറ്റി ഓഫൺ ഇൻവോൾവ് മാനേജിങ് ക്ലൈംസ്. ഹോസ്പിറ്റലിൽ ക്ലൈമുകളില്ലേ? അല്ലെ? പേഷ്യൻസിന് ക്ലൈംസ് ഇല്ലേ? അത് കൈകാര്യം ചെയ്യുക. മെഡിക്കൽ മെഡിക്കൽ ബില്ലിങ് കൈകാര്യം ചെയ്യുക. റവന്യൂ ചെലവ്, അല്ലെ? റവന്യൂ അവിടുത്തെ വരുമാനം. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഎംബേഴ്സ്മെന്റ്. റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് കാര്യങ്ങൾ, അല്ലെ? നമ്മളിപ്പോ അഡ്വാൻസ് ആയിട്ട് വല്ല ഡെപ്പോസിറ്റ് അടയ്ക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പോരുമ്പോ വേണമെങ്കിൽ റീഎംബേഴ്സ്മെന്റ് തിരിച്ചടവ് കിട്ടും. ആ ബില്ലില്, അല്ലെ? ബില്ലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഒക്കെ തിരിച്ചു കിട്ടൂലേ? നമ്മൾ അഡ്വാൻസ് ഇത്ര ഹോസ്പിറ്റലിൽ പേയ്മെന്റ് നടത്തി എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അഡ്വാൻസ് നമുക്ക് അതിൽ നിന്ന് റീഫണ്ട് ചെയ്ത് കിട്ടും, അല്ലെ? ബാക്കി ഇത്രയെന്ന് പറഞ്ഞുകൊണ്ട് തരും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഏതിലാ? ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങളിൽ വരുന്ന, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താണ് അത് നോക്കുക. അതിനെ നമ്മൾ 3 കമ്പോണന്റ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ ആണ് ആദ്യത്തെ പറഞ്ഞത്. ഫിനാൻഷ്യൽ എന്തൊക്കെയാ വരുന്നേ? എന്തൊക്കെ കാര്യങ്ങളാ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നേ? ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്സ് ക്യാഷ്. ഏതൊക്കെയാ? മാനേജിംഗ് ക്ലൈംസ്, മെഡിക്കൽ ബില്ലിംഗ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് റീഎംബേഴ്സ്മെന്റ്. ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇനി ഭരണപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് മേ ഇൻക്ലൂഡ്, ഓരോന്നിനും വന്നത് ഏതാന്ന് ചോദിക്കാം കേട്ടോ. കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ്. കണ്ടോ? മെഡിക്കൽ ഓഫീസ് സപ്ലൈകളുടെ ഒരു വിശാല ഒരു ഡീറ്റെയിൽഡ് റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്, എംപ്ലോയീസിനെ, അവിടുത്തെ തൊഴിലാളികളെ, സ്റ്റാഫുകളെ ഷെഡ്യൂൾ ചെയ്യുക. റെസ്പോണ്ടിങ് ടു ദ ക്വസ്റ്റ്യൻ ഫ്രം സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്. സ്റ്റാഫിന്റെ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, അല്ലെ? പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് അപ്ഡേറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് മേ ഇൻക്ലൂഡ്
Administrative task may include ഏതൊക്കെ വരുന്നേ? Medical and office supplies, the recorder, keeping detailed record of medical and office supplies, scheduling employees, responding to questions from staffs and customers, and updating patient records. Then അടുത്ത legal, നിയമപരമായിട്ടുള്ള കാര്യം. അതിൽ വരുന്നതേതാ? Legal പ്രവർത്തനങ്ങൾ. Practices usually evolve around complaints and credentialing. എന്താണ് ഈ എന്തിനെ ചുറ്റിപ്പറ്റിയാണ് വരുന്നത്? ലീഗൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പോളിസി ആൻഡ് പ്രൊസീജിയർ, കംപ്ലൈൻസ് പാലിക്കുക, അപ്ലയൻസസ്, പോളിസി പ്രൊസീജിയർ, ക്രെഡൻഷ്യലിംഗ്, അധികാരം, അതിനെയൊക്കെ സംബന്ധിക്കുന്നതാണ് ലീഗൽ പ്രാക്ടീസ്. കംപ്ലൈൻസസ് അവിടെ പാലനം, അതായത് പോളിസി പ്രൊസീജിയർ ഒക്കെ അനുസരിച്ച് വേണം അതും അവിടത്തെ. അതുപോലെ അധികാരങ്ങളും അതിനകത്ത് വരുന്നതാണ് ലീഗൽ പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയില്ലേ? ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ടുണ്ട്, ഭരണപരമായിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ 3 കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. Essentially, those who work in healthcare operation management focus on overseeing the facility and staff function. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റില് വർക്ക് ചെയ്യുന്നവര് എന്തിനെ ഫോക്കസ് ചെയ്യണം? Overseeing the facility and staff function. അവിടുത്തെ സൗകര്യങ്ങള്, സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ മേൽനോട്ടം വഹിക്കണം. Which play a, അതെന്തിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്? Which play a vital role in the delivery of care. നമ്മൾ കൊടുക്കുന്ന കെയർ അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡെലിവറി ഓഫ് കെയർ, അതില് വൈറ്റൽ റോള് പ്രധാനമായിട്ട് പങ്ക് വഹിക്കുന്ന ആരൊക്കെ? അവിടുത്തെ ഫെസിലിറ്റി, സ്റ്റാഫ് ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അവിശ്വസനീയമാകുന്ന വിധം വൈവിധ്യമാർന്നതിനാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പല ഇതിനകത്തൊക്കെ കൂടുതല് എന്താ പറയാ, ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഈ മേഖലയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ, those who work in healthcare operation management വർക്ക് ചെയ്യുന്നവര് എന്തിനെ ഫോക്കസ് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? അവിടുത്തെ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ, അതിന്റെ മേൽനോട്ടം. ഫോക്കസ് ഓൺ ഓവർസീയിങ് ദ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ. അത് എന്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്? ഡെലിവറി ഓഫ് ദ കെയർ. ഇതിലാണ് which play a vital role in the delivery of care. Okay, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.